അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഫോർക്കandwheelsന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അടുത്ത് വീണ്ടും സാബു ചേട്ടൻ തന്നെയാണ് ഉള്ളത്. സാബു ചേട്ടൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് സാബു ചേട്ടൻ ചോദിക്കാം. എന്തായിരുന്നു ഉണ്ടാക്കാൻ പോകുന്നത്? ബീഫ് ചുക്ക ചെട്ടിനാട്. അതെ, ബീഫ് ചുക്ക ചെട്ടിനാടല്ലേ? ആഹാ, ഞാൻ കേട്ടിട്ടുള്ളത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് സാബു ചേട്ടൻ നമുക്ക് പറഞ്ഞു തരും. 1 കിലോനാണ്. ആദ്യം നെയ്യില്ലാത്ത ബീഫായിരിക്കണം, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ മല്ലിപ്പൊടി, നാരങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് പൊടി, ഗരം പെരിഞ്ജീരകപ്പൊടി, ഉള്ളി, മല്ലിയില, പുതിന, ഗ്രീൻ ചില്ലി, ഉണക്കമുളക്, ഗരം മസാല, ഉപ്പ്, വേപ്പില, മുളക് പൊടി, വെളിച്ചെണ്ണ, ഇഞ്ചി ഗാർലിക് പേസ്റ്റ്. ആദ്യം ചെയ്യാൻ പോണത് കുക്കറിലാണ് ഇത് വേവിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വലിയ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഉരുളിയിൽ ചെയ്യാൻ പറ്റും. ഇത് ഇത്തിരി എളുപ്പത്തിന് വേണ്ടിയാണ് കുക്കറിൽ ചെയ്യുന്നത്. നെയ്യില്ലാത്ത ബീഫാണ്. നെയ്യില്ലാത്ത ബീഫാണ്. ഇത് മട്ടണിലും ചെയ്യാം, ചിക്കനിലും ചെയ്യാം. മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മഞ്ഞപ്പൊടി, അര സ്പൂൺ മഞ്ഞപ്പൊടിയാണ്. വെളുത്തുള്ളി ഒരു 2-3 ചുള മതി. ഇഞ്ചി അതുപോലെ കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നമുക്ക് ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ടാണ് അത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുറച്ച് ചേർക്കാം. പിന്നെ ഗരം മസാല 2 സ്പൂൺ. ഗരം മസാല 2 സ്പൂണാണ് ഇട്ടേക്കുന്നത്. ഇനി കുറച്ച് പച്ചമുളക്, ഒരു 4-5 പച്ചമുളക്, മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി കേട്ടോ. ഒരു സ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, 1 സ്പൂൺ. ലേശം മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്, ഒരു ആവശ്യത്തിന് ഇട്ടാൽ അത് നിങ്ങളുടെ ഓരോരുത്തർ ഇഷ്ടം പോലെ ഇട്ടാൽ. കുറച്ച് വേപ്പില, കുറച്ച് വെള്ളം ഒഴിക്കണം. നെയ്യില്ലാത്ത വെള്ളം വേണം, അല്ലെങ്കിൽ നെയ്യുണ്ടെങ്കിൽ ഉരുവന്നെ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യണം. 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തേക്ക്. ഇതെല്ലാം കൂടി ഒന്ന് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണേ. ആ കുക്കറിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടല്ലേ? ഓക്കെ. ഇനി ഇത് നമ്മൾ വേവിക്കാൻ മതി. ഒരു 3-4 വിസിൽ. ഇറച്ചിയുടെ മൂപ്പ് പോലെ നമ്മൾ നോക്കിയിട്ട്. ഇറച്ചിയുടെ മൂപ്പ് പോലെയാണ്. ഇത് നമുക്കൊരു 3 മതിയാവും. ഇറച്ചി 3 കേട്ടാൽ മതി. അപ്പോൾ നമുക്ക് 3 വിസിൽ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇറച്ചി 4 വിസിലൊന്ന് കേട്ടിട്ടുണ്ടല്ലേ? കേട്ടിട്ടുണ്ട്. നമ്മൾ ഇത് ഓഫ് ചെയ്ത് ഇനിയിപ്പോൾ ഇത് തുറക്കാൻ പോണത്. 4 വിസിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം അല്ലേ? ഉണ്ടാവില്ല നമുക്കിപ്പോൾ. വെള്ളം വളരെ കുറവാണ്. ഫ്രൈ ചെയ്യാനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇറച്ചി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഇറച്ചി കിടലിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഫ്രൈ എടുക്കണമല്ലേ? ബീഫ് ഫ്രൈ ആണ്. ചട്ടി ചൂടായുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം.
വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെളിച്ചെണ്ണയെല്ലാം ഫ്രൈ ചെയ്യണം. ഇത് ഇങ്ങനെ ചെയ്യണതെല്ലാം വെളിച്ചെണ്ണ ചെയ്യണതാണ് ടേസ്റ്റ്. ഇതിലേക്ക് ചെറിയ ഉള്ളി നമ്മൾ രണ്ടായിട്ട് അരിഞ്ഞ് ഫുള്ളായിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. ഇതിലേക്ക് വറ്റൽമുളക് വെളുത്തുള്ളി സോറി ആദ്യം ചെറിയ ഉള്ളി ഇട്ട് വറ്റൽമുളക് കുറച്ച് വെളുത്തുള്ളി ഇടണം. കുറച്ച് ഇഞ്ചി ഇടും. ഒരു വേപ്പലാണ്. വേപ്പിലുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വാടി വരണം. എന്നാൽ നമുക്ക് അടുത്ത് ഇടാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് വാടുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പച്ചമുളക് ഇട്ടുണ്ട്. അതൊന്ന് വാടി വരട്ടെ അല്ലേ. വേണ്ട ആവശ്യമില്ല. നമുക്ക് വെള്ളം പറ്റാനുള്ളതുകൊണ്ട് ഉള്ളി ഇപ്പം എന്തായാലും വാടിയിട്ടുണ്ട്. ഇറച്ചി ബീഫ് ഇടാൻ പോണേ. എന്താ ഉള്ളി എല്ലാം വാടി വന്നിട്ടുണ്ട്. നമുക്ക് ബീഫ് അതിനകത്തേക്ക് ഇടാം. നല്ല മിക്സ് എടുക്കണം അല്ലേ. നമ്മൾ ബീഫ് ഫുള്ള് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വെള്ളം പറ്റണം അല്ലേ. വെള്ളം പറ്റണം. ആ ബീഫിനകത്ത് കുറച്ച് ചെറിയൊരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒന്ന് പറ്റി വരണം. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അല്ലേ. അല്ല ഇനി കുറച്ച് സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇതാ മാറ്റിക്കോ. വെള്ളം മറ്റു വരുമ്പോൾ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കും. വെള്ളം പറ്റുന്ന സമയത്ത് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തല്ലേ. ഒരു 1.5 സ്പൂൺ ഇട്ടാ. ഒരു സ്പൂൺ ഇട്ടിരിക്കുന്നത്. കുറച്ച് പെരിഞ്ജീരകപ്പൊടി. ഇത് പെരിഞ്ജീരകം ഇടുമ്പോഴാണ് ചട്ടിനാണത്. അല്ലെങ്കിൽ മറ്റേ നാടനായിരുന്നു. 1.5 സ്പൂൺ വന്നിട്ടുണ്ട്. ലേശം കുരുമുളക് പൊടി. എരിവുണ്ട്, അതുകൊണ്ട് അര ടീസ്പൂൺ ഉണ്ടാകും. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം അല്ലേ. ഒന്ന് പറ്റണം. ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. ചിലപ്പോൾ ചില സമയത്താണ് അത് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നെയ്യ് കുറവുള്ള ഇറച്ചി ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. അല്ലെങ്കിൽ അത്ര വേണ്ടി വരില്ല. ബീഫിന് നെയ്യ് കുറവുള്ള എടുക്കണ്ടല്ലേ. അതുപോലെ ഒരു ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുക്കും. ചെറുനാരങ്ങ അല്ലേ. ഫ്ലേവർ കിട്ടും. കുറച്ച് പുളിയും കിട്ടും. ഇനി ഡ്രൈ ആയി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ലേശം പുതിന ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതില്ലെങ്കിലും നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് അതുപോലെ വേപ്പില ലാസ്റ്റ് ഒന്നുകൂടി ഇടണം അല്ലേ. ഒന്നുകൂടി മല്ലിയില. ഒരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ വീണ്ടും ഒന്നുകൂടി ചേർക്കണം അല്ലേ. അപ്പോഴേ അതിൻ്റെ കുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ മുളകിൻ്റെ കുത്തൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ ഒന്നും മിക്സ് ചെയ്യണം അല്ലേ. ഓക്കെ, നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണേ. നമ്മുടെ സാധനം ശരിയായിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ബീഫ് ചുക്ക ശരിയായിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് നോക്കിയാൽ മതി അല്ലേ. ഓക്കെ. അപ്പോൾ
ഒക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് വെച്ചാൽ ഫ്രാൻസിൻ്റെ വീട്ടിൽ അയൽക്കൂട്ടം നടക്കുമായിരുന്നു. അപ്പോൾ അയൽക്കൂട്ടത്തിൽ ചേച്ചി വിളിച്ചിരിക്കുകയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഫ്രാൻസിൻ്റെ വൈഫാണ് കേട്ടോ. ബാക്കി നമ്മൾ അയൽക്കൂട്ടത്തിൽ ചേച്ചിമാരാണ്. നമുക്ക് അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളെപ്പോഴും നമ്മൾ തന്നെ ചെയ്താൽ ശരിയാകത്തില്ലല്ലോ. ചേച്ചി ഒന്ന് എല്ലാവരും ഒന്ന് ഓരോ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ആണോ? എങ്ങനെയുണ്ട്? ബീഫ് കണ്ട എന്നിട്ടുണ്ടല്ലോ അതായത് ആദ്യമായിട്ട് കഴിക്കണേ നല്ല നല്ല സൂപ്പർ ആണല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് കഴിച്ചു നോക്കാം. കാരണം ഇത് ചോറോടെ കഴിക്കാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലതായിരിക്കും. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ട് എല്ലാ എരിവും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. സൂപ്പർ സാധനം കേട്ടോ. എല്ലാം ട്രൈ നോക്കണം അല്ലേ സാബുചേട്ടാ? എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെക്കുറിച്ച്? ഇത് നമുക്ക് വീട്ടിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡിഷാണ്. അപ്പം കുക്കറിൽ വെക്കുക. ആദ്യം നെയ്യും വേറെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത്. അപ്പം നമ്മൾ ഇറച്ചി മേടിക്കുന്നത് നെയ്യ് കുറച്ചുള്ള ഇറച്ചി മേടിക്കാൻ ശ്രദ്ധിക്കണം അല്ലേ? നല്ലതാണ്. അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അതെ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് നമുക്ക് കമൻസ് തരിക. നമ്മുടെ ഫ്രാൻസ് ചേട്ടനെ സാബു ചേട്ടനെ എല്ലാം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നുണ്ട്. ബൈ.